നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുപ്പതി വെങ്കിടാചലപതി. തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായി ഭക്തർ ആരും തന്നെ ഉണ്ടാകില്ല. പോയവർ ധാരാളമില്ലെങ്കിലും പോകാത്തവർ ധാരാളമുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ടെന്നാൽ തിരുപ്പതിയിലേക്ക് ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ തിരുപ്പതിയിൽ ചെന്ന് ബാലാജിയെ ദർശിക്കണമെങ്കിൽ നമ്മളുടെ ആഗ്രഹം കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല. അദ്ദേഹത്തിനും നമ്മൾക്ക് ദർശനം നൽകണം എന്നൊരു തോന്നൽ ഉളവാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ ദർശനം അദ്ദേഹം തരികയുള്ളൂ. ആ ദർശനം ലഭിക്കാൻ അദ്ദേഹം നമ്മൾക്ക് ഒരു സമയം കൽപ്പിച്ചിട്ടുണ്ട്. ആ സമയം നമ്മളിലേക്ക് ആഗതമായി എത്തിയാൽ മാത്രമേ നമ്മൾക്ക് ആ ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കൂ. അല്ലാതെ എന്തെല്ലാം ധനം നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പോകാൻ സൗകര്യങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും അതിന് യാതൊരു അർത്ഥവുമില്ല. ഭഗവാൻ തിരുപ്പതി വെങ്കിടാചലപതി ബാലാജി നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷം മാത്രമേ നമ്മൾക്ക് അവിടെ ചെല്ലാൻ പറ്റൂ. അദ്ദേഹത്തിന് തോന്നണം നമ്മൾക്ക് ദർശനം നൽകണമെന്നത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ദർശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പോയ ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് അതുപോലെ പോകാത്ത ആളുകൾ പോകണമെന്ന് മനസ്സിൽ ഒരുപാട് ധാരാളമായി ആഗ്രഹമുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നാളായി പോകണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ട് ഉഴലുന്നവർ പോകാൻ പറ്റുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടുപോകാൻ ആളില്ലാത്തതും അങ്ങനെ പല പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തെ പറ്റി നമുക്ക് പല കാര്യങ്ങളും അറിയാം, പോയിട്ടുള്ളവർക്കാകട്ടെ അല്ലാത്തവർക്കാകട്ടെ. അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിനെ പറ്റി കുറച്ച് രഹസ്യങ്ങളുണ്ട്. രഹസ്യങ്ങളല്ല, ഇപ്പോൾ ഏവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് നമ്മൾ ഒരു ഭക്തൻ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അല്ലാതെ അത്ഭുതാവഹമായൊരു ഇതിൽ നമ്മൾ ഇരുന്ന് അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, ഇതിന് പിന്നിലുള്ള കഥകൾ ഐതിഹ്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് ആ ഭഗവാനോട് കൂടുതൽ അടുപ്പവും അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് അത്രത്തോളം ഒരു സ്നേഹവും കൃപയും ഒക്കെ ചൊരിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തിരുപ്പതി വെങ്കിടാചലപതിയെക്കുറിച്ച്, തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച്, തിരുപ്പതി ബാലാജിയെക്കുറിച്ചുള്ള കുറച്ച് ഏതാനും ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ തിരുപ്പതി വെങ്കിടാചലപതി അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിലെ മുടി യഥാർത്ഥ മുടിയാണ്. അപ്പോൾ നമുക്ക് തോന്നും അത് ഇപ്പോൾ വയ്ക്കുന്ന മുടിയാണോ, അല്ലെങ്കിൽ തിരുപ്പൻ അങ്ങനെയൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള മുടിയാണോ എന്നൊരു സംശയം പോയിട്ടുള്ളവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമല്ല, അത് യഥാർത്ഥ മുടി തന്നെയാണ്. അതേപോലെ തന്നെ വെങ്കടേശ്വര സ്വാമിയുടെ വിഗ്രഹത്തിലെ മുടി ഒരിക്കലും കെട്ടുപിണയുകയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, നമ്മുടെ സാധാരണ സ്ത്രീകളുടെ മുടിയൊക്കെ കെട്ടുപിണയും കാറ്റൊക്കെ അടിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ അത് ജട പോലെയൊക്കെ ആയി കുരുക്ക് വീഴും എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ ഈ യഥാർത്ഥ മുടിയായ അദ്ദേഹത്തിൻ്റെ വെങ്കിടാചലപതിയുടെ വിഗ്രഹത്തിലെ മുടി അത് ഒരിക്കലും കെട്ടുപിണയുകയില്ല. അതുപോലെ തന്നെ അത് വളരെ മൃദുവായതാണ്. മൃദുവെന്ന് പറയുമ്പോൾ നമ്മളുടെ മുടി ഇത്തിരി ഹാർഡാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിഗ്രഹത്തിലെ മുടി ഒരിക്കലും അതിന് കട്ടിയില്ല, അത് കെട്ടുപിണയുകയില്ല. വളരെ മൃദുത്വമുള്ള മുടിയാണ്. അത് എന്താണ് അതിന് പിന്നിലെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അത്രത്തോളമുള്ള ആ ശക്തി എന്ന് തന്നെ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായി അല്ലെങ്കിൽ ആഴത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ഭഗവാന്റെ മായ എന്ന് പറയാറില്ലേ നമ്മൾ, ഭഗവാന്റെ മായ, ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ ആ ശക്തി, അത്ര തന്നെ നമ്മൾക്കത് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി എണ്ണയില്ലാതെ കത്തുന്ന ഒരു വിളക്കുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ അങ്ങനെ ഒരു വിളക്ക് കത്തുന്നുണ്ട്. നമ്മൾക്ക് സാധാരണ ചിന്തിക്കാൻ കൂടിയാവില്ല എണ്ണയില്ലാതെ വിളക്ക് കത്തുക എന്നത്. പക്ഷേ തിരുപ്പതി ബാലാജിയുടെ മുന്നിൽ ഉള്ള വിളക്ക് എണ്ണയില്ലാതെ കത്തുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതും എണ്ണയില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരുപ്പതി വെങ്കടാചലപതിയുടെ ആ ചൈതന്യം, ആ അദ്ദേഹത്തിൻ്റെ ശക്തി, ആ മഹത്വം, ആ വാക്കുകൾ, ആ എണ്ണയില്ലാതെ ഒരു വിളക്ക് കത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഏതൊരു ഭക്തനും, ഏതൊരു ഭഗവാൻ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യം, ഐശ്വര്യത്തെ നമ്മൾക്ക് തന്നെ മനസ്സിൽ അത് ആവാഹിച്ചെടുക്കുവാൻ തന്നെ സാധ്യമാകുന്നതാണ്. അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ വിഗ്രഹം വിയർക്കുന്നു എന്ന് പറയുന്നത്, ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ തണുത്തുറഞ്ഞിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും വിഗ്രഹത്തിൽ താപനില
വളരെ കൂടുതലായി 110 ഡിഗ്രി ആയി തുടരുകയും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വിഗ്രഹം വിയർക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നിഗൂഢമായ എന്നല്ല പറയേണ്ടത്, അത് അത്രയും ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം എന്ന് തന്നെ ഇതിന് പറയാൻ പറ്റൂ. അല്ലാതെ വേറെ എന്താണ് അതിന് നമ്മൾ പറയേണ്ടത്? അപ്പോൾ പുരോഹിതന്മാർക്ക് പോലും അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ദൈവ വിഗ്രഹം, ദേവന്റെ വിഗ്രഹം അത് വിയർക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ മായയാണ് ഈ ലോകം മുഴുവൻ. ഓരോ ചരാചരങ്ങളിലും ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ദേവന്റെ ചൈതന്യം തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായി കുറച്ച് ഈ ക്ഷേത്രത്തിലെ പ്രധാന കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിന്റെ ചൈതന്യം അത്രത്തോളം വലുതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങളാണിത് പറയുന്നത്. അതേപോലെ ദൈവത്തിന്റെ വിഗ്രഹം, സമുദ്ര തിരമാലകളുടെ ശബ്ദം, വെങ്കടേശ്വര വിഗ്രഹത്തിന്റെ സമീപം ചെവി വെച്ചാൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാം. ഇതും വിചിത്രമായ ഒരു തിരുപ്പതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന്റെ വിഗ്രഹത്തിൽ ചെവി വെച്ച് നോക്കിയാൽ സമുദ്ര തിരമാലകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും എന്നുള്ളത്, ഇതൊക്കെ ഭഗവാന്റെ മായ തന്നെ, അല്ലാതെ എന്താണ് നമ്മൾ പറയേണ്ടത്? അത്രത്തോളം ചൈതന്യം നിറഞ്ഞ ക്ഷേത്രമാണ്, ദേവസ്ഥാനമാണ്, ദേവഭൂമിയാണത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഗ്രാമത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പം കൊണ്ടുവരുന്നത്. അതായത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ കൊണ്ടുവരുന്നത് പ്രത്യേക ഗ്രാമത്തിൽ നിന്നാണ്. അല്ലാതെ സാധാരണ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ഇറുത്ത് പുഷ്പങ്ങൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പുഷ്പങ്ങളാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വളരെ പ്രത്യേകതയാണ്. ഒരു പ്രത്യേക ഗ്രാമത്തിൽ നിന്നാണ് പുഷ്പങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് 23 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് പൂക്കൾ, പഴങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ഷേത്ര ആവശ്യത്തിനായി നെയ്യ് മുതലായവ കൊണ്ടുവരുന്നത്. ഈ ഗ്രാമത്തിൽ പുറത്തു നിന്ന് ആളുകൾക്ക് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിരോധനവുമുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും ഒരു പുരാതന ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാന് അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാവില്ലേ അവർ. അതുകൊണ്ട് തന്നെയല്ലേ ആ ഭക്തർ, അല്ലെങ്കിൽ അവർ നട്ടുവളർത്തി, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ വളരുന്ന പൂക്കൾ മാത്രം അദ്ദേഹം സ്വീകരിക്കുന്നത്. എല്ലാ ആളുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഭക്തരെയും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും കൊണ്ടുചെല്ലുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ആവശ്യത്തിന്, അവിടുത്തെ കാര്യത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ആ ഗ്രാമത്തിലെ ആളുകൾ അല്ലെങ്കിൽ അവർ ആ ഗ്രാമത്തിൽ നിന്നുള്ള പുഷ്പങ്ങളാണ്. അപ്പോൾ അത്രത്തോളം ഭാഗ്യം ചെയ്തവരെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ആ ഗ്രാമത്തിലോട്ട് സാധാരണ ആളുകൾക്ക് പ്രവേശനമില്ല. അതെന്തുകൊണ്ടെന്നാൽ അവിടെ ഉള്ള ആളുകൾ അത്രത്തോളം പവിത്രമായി പുരാതനമായ രീതിയിലാണ് ജീവിച്ചു പോരുന്നത്. അതുകൊണ്ടാവണം അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലാത്തത്. അത് അശുദ്ധമാകണ്ട എന്നൊക്കെ പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടാവും. അതിനെപ്പറ്റി നമ്മൾക്ക് അത്ര അഗാധമായി പറയുവാനുള്ള അറിവ് എനിക്കില്ല. എന്നാലും പ്രധാന ചില ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെ പറ്റി പറയണ്ടായോ. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അതുപോലെ പച്ചൈ കർപ്പൂരം, ഇതൊരു പ്രത്യേക തരം കർപ്പൂരമാണ്. പച്ചൈ കർപ്പൂരം ഇതൊരു കല്ലിൽ പുരട്ടുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ കല്ല് തകർന്നു പോകും, അല്ലെങ്കിൽ കല്ല് അത് പൊടിഞ്ഞ് നശിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഈ കർപ്പൂരം വിഗ്രഹത്തിൽ പുരട്ടുകയോ അല്ലെങ്കിൽ ഈ കർപ്പൂരത്തിൻ്റെ ആ കർപ്പൂരം അവിടെ കത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സാധാരണ എവിടെയെങ്കിലുമാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു വിഗ്രഹത്തിലാണ് ഇങ്ങനെ അവിടെ കർപ്പൂരം ഒഴിയുകയോ അല്ലെങ്കിൽ കർപ്പൂരം അത് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പുകയോ കാര്യങ്ങളോ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ സാധാ ഒരു വിഗ്രഹമാണെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാ ഒരു കല്ലാണെങ്കിൽ അത് നശിച്ചു പോകും. പക്ഷേ ഈ പച്ചൈ കർപ്പൂരം എന്ന് പറയുന്ന കർപ്പൂരമാണ് തിരുപ്പതി വെങ്കടാചലപതിയുടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. ആ കർപ്പൂരത്തിൻ്റെ വാസനയോ അല്ലെങ്കിൽ ആ കർപ്പൂരം ഉപയോഗിച്ച് ആ ദേഹത്ത് പുരട്ടുകയോ ഒക്കെ മറ്റു കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്താലും ആ വിഗ്രഹത്തിനോ അല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ തന്നെ അർത്ഥം നമ്മൾക്കറിയാം. അത്രത്തോളം ഭഗവത് സാന്നിധ്യം, അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ കൃപ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവസ്ഥാനം തന്നെയാണ് തിരുപ്പതി ദേവസ്ഥാനം. തിരുപ്പതി ബാലാജി വെങ്കടാചലപതി പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം നമ്മൾക്ക് ആവാഹിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഓരോ ക്ഷേത്രത്തിന് പിന്നിലും, ഓരോ ചൈതന്യങ്ങൾക്ക് പിന്നിലും നമ്മൾക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അനന്തമായി കിടക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അത്രത്തോളം ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ ചൈതന്യം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് തന്നെ അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഒരു സത്യങ്ങളാണ്. നമ്മൾക്ക് ഭഗവാൻ നേരിട്ട് നമുക്ക് ദർശനം തരുവാൻ സാധ്യമാകുകയില്ല. അത് അത്രത്തോളം, അല്ലെങ്കിൽ മുനീശ്വരന്മാരായാലും മുനിമാരായ ആളുകൾക്ക് മാത്രം സാധ്യമായ കാര്യമാണ് നേരിട്ടുള്ള ഭഗവത് ദർശനം. ഇങ്ങനെയുള്ള ചില
എന്താ അതിന് പറയുന്നത്, ചില ചില കാര്യങ്ങളിലൂടെ സൂചനകളിലൂടെ മാത്രമാണ് നമ്മൾക്ക് ഭഗവാന്റെ ചൈതന്യം മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അതിന് അത്രത്തോളം ആ ചൈതന്യത്തിൻ്റെ, ആ ഭഗവത് ബിംബത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഏവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏവരും പോയി അനുഗ്രഹം നേടിയിട്ടുള്ളവരുമാണ്. പോകാത്ത ആളുകൾക്ക് എത്രയും വേഗം തിരുപ്പതി വെങ്കിടാചലപതിയുടെ ദർശനം ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. കാരണം നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അദ്ദേഹം നമ്മൾക്ക് ദർശനം നൽകണമെന്ന് അദ്ദേഹത്തിനും മനസ്സിൽ തോന്നണം. നമ്മളെ കാണണമെന്ന് അദ്ദേഹത്തിനും തോന്നുമ്പോൾ മാത്രമേ നമ്മൾക്ക് അവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നമ്മൾക്ക് ദർശനം തരാൻ എന്ന് തോന്നുന്നു, അദ്ദേഹം നമ്മളെ സ്വയം അവിടെ നമ്മൾ എത്തപ്പെടാനുള്ള ഒരു വഴി അദ്ദേഹം തന്നെ തുറന്നു തരുന്നതായിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് അവിടെ എത്താനും ഉള്ള ആരോഗ്യവും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അദ്ദേഹം അവിടെ ചെന്ന് തിരികെ വരുമ്പോഴേക്കും നമ്മൾക്കുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ തിരുപ്പതി പോകാത്ത ഭക്തരായ ആർക്കെങ്കിലുമൊക്കെ പോകണമെന്ന് ആർക്കെങ്കിലും അല്ലേ, എവർക്കും പോകാൻ ആഗ്രഹമുള്ളവരാണ്. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധ്യമാകട്ടെ, അനുഗ്രഹം ലഭിക്കട്ടെ. നമസ്കാരം.